ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഫ്രണ്ട് ഫ്രില്ലൊക്കെ വെച്ചിട്ട് അതുപോലെ പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 മീറ്ററോളം മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് ഇത് ആദ്യം ഫ്രണ്ട് വശത്തേക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ് മടക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് കറക്റ്റായിട്ട് മടക്കി വെക്കാം. എനിക്കിവിടെ 44 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ലൈനിങ് ഞാനൊരു 42 ഇഞ്ചോളം എടുക്കുന്നുള്ളൂ. അപ്പോൾ 42 ഇഞ്ച് നീളത്തിൽ ഞാനിതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത്. ഷോൾഡർ എടുത്തതിന് ശേഷം അവിടുന്ന് നേരെ താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ആം ഹോളും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ. 9.5 ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. അതിന് ശേഷം തയ്യൽ തുമ്പ് 2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ നമുക്ക് അതിനൊച്ച് അധികം മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് ആം ഹോളൊന്ന് കുഴിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഫ്രണ്ട് വശത്തേക്കുള്ളതാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ബാക്ക് വശത്തേക്കുള്ളത് വരച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആം ഹോള് കുഴിച്ച് ഫ്രണ്ട് വശം കുറച്ചധികം കുഴിച്ച് വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അധികം ഫ്രണ്ട് വശത്ത് കുറച്ചധികം കുഴിച്ച് വരക്കലുണ്ട്. അതിന് ശേഷം നമ്മുടെ വേസ്റ്റ് അളവ് ഞാനിവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എന്തൊക്കെ വെച്ചാൽ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ 8.5 മാർക്ക് ചെയ്തു. പിന്നെ 2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിനും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഫ്രില്ല് വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അത്രപ്പോര ഭാഗം ഫ്രണ്ട് വശത്തേക്ക് മാത്രമാണ് അത്രപ്പോര ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതേ അളവിൽ തന്നെയാണ് മെയിൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലും ഇതേ അളവിൽ ഫ്രണ്ട് വശത്തേക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ബാക്കി പീസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി പീസിൽ നിന്ന് നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലെവലാക്കി കൊടുക്കാം. അതാണ് നമ്മുടെ താഴ്വശത്തേക്ക് നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം ബാക്ക് വശത്തേക്കുള്ള മെറ്റീരിയൽ ഇത് എനിക്ക് 42 ഇഞ്ചിൽ ബാക്ക് വശത്തേക്കുള്ള ലൈനിങ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് അതേ മാർക്ക് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും അതുപോലെ ആം ഹോളും ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും അത്ര പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ലൈനിന് കട്ട് ചെയ്യുന്നത് അതുപോലെ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത് നമുക്ക് അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് അവിടുന്ന് എത്രയാണോ നമ്മുടെ കൈയിൻ്റെ ഇറക്കം വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 15.5 ഇറക്കത്തോളം എടുക്കുന്നുണ്ട്. അതായത് അടിവശം മടക്കി അടിക്കാനുണ്ട്, അതുപോലെ മുകൾ വശം ഷോൾഡറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതിനൊക്കെ കൂടിയിട്ട് ഞാനൊരു 15.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ താഴ്വശത്തെ കൈയിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ചിന് വെച്ച് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ മുകൾ വശത്തേക്ക് പോകാം. മുകൾ വശത്ത് ഞാൻ എടുക്കുന്ന 8 ഇഞ്ചാണ് കേട്ടോ. നമ്മുടെ ആ കൈക്കുഴിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനില്ലേ, 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗമില്ലേ, അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ആ 3 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ സ്ലീവ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സ്ലീവ് ചെയ്യൽ. നമുക്കൊരു പഫ് സ്ലീവ് മുകളിൽ കുറച്ച് പഫായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പം അതിനെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ അതും താഴത്തേക്കുള്ള ഒരു 1.5 ഇഞ്ച് എടുത്തില്ലേ, അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇത് നോർമൽ സ്ലീവ്. ഇനി പഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു 3 ഇഞ്ച് മുകളിലോട്ട്, 3-4 എടുത്താലും പ്രശ്നം, 3 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 3 ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്യാം. ആ 3 ഇഞ്ചാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. അതായത് സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് 3 ഇഞ്ച്, അതുപോലെ അപ്പുറത്തെ സൈഡിലേക്ക് 3 ഇഞ്ച്, അങ്ങനെയാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് സൈഡിലോട്ടും കൂടി മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം. വരച്ചത് കുറച്ചൊരു ഇതായിട്ടുണ്ട്, ഞാനത് കട്ട് ചെയ്യുമ്പോൾ ശരിയാക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അതിലേ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് 3 ഇഞ്ചാണ് കഴുത്തകലെടുത്ത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4. ക്യാൻവാസിലൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഫ്രണ്ട് വശത്തെ ലൈനിങ് പീസിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്തെ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററും ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തി കൊടുത്തിട്ട് ഈ ക്യാൻവാസിൻ്റെ അറ്റത്തെ കൂടി, ക്യാൻവാസിൽ അടിക്കാൻ പാടില്ല, ക്യാൻവാസിൻ്റെ അറ്റത്തെ കൂടിയിട്ട് നമുക്കൊന്ന് കഴുത്തുനിന്ന് റൗണ്ടിൽ അടിച്ചെടുക്കാം. നമ്മുടെ കഴുത്ത് ഫുള്ള് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുത്ത് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാത്തത്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രില്ലിട്ട് എടുത്തു. അതിന് ശേഷം അതിന് മുകളിൽ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കാം. ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് വശത്ത് ഫ്രില്ലിടുന്ന ഇങ്ങനെയാണ്. ബാക്ക് വശത്ത് മേലേനാണല്ലോ ചെയ്തത്, ഫ്രണ്ടിൽ മാത്രമേ ഫ്രില്ല് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കാം. പിന്നെ ബാക്ക് വശം നമ്മൾ നെക്ക് അടിക്കുന്നത് അറിയാമല്ലോ, നെക്ക് അടിച്ചാണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം പതിച്ചടിക്കാൻ മാത്രമേ പാടുള്ളൂ, നല്ല വശത്ത് കൂടി അടിച്ചുകൂടാ ബാക്ക് വശത്തെ. ഫ്രണ്ട് വശം നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്ക് വശം ഇതുപോലെ അടിച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഇനി ബാക്ക് വശത്ത് നല്ല വശത്തോട് ഫ്രണ്ട് വശത്ത് നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 ഷോൾഡറും 2 സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവ് ജോയിൻ ചെയ്യുന്നതാണ്. സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവിൻ്റെ അടിവശം ആദ്യം 2ആയിട്ട് മടക്കി അടിച്ചു. അത് ആദ്യം അരയിഞ്ച് മടക്കി അടിച്ചു, പിന്നെ ആദ്യം അരയിഞ്ചും കൂടി മടക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോൾഡറിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. നമ്മൾ സൈഡിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ 3 ഇഞ്ച് വരുന്നത് വരെയാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ അടിക്കുന്നത്. സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് വരുന്ന രീതിക്ക് ഒരു ഫ്രില്ല്, ഏകദേശം ഒരു 4 ഫ്രില്ലോളം കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ ഫ്രില്ലാണല്ലോ ഇടുന്നത്. 4 ഫ്രില്ല് ഈ സൈഡിലേക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 4 ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ പഫ് സ്ലീവിൻ്റെ ഇത് ജോയിൻ ചെയ്തെടുക്കുന്നത്. പിന്നെ സാധാരണ കണക്ക് താഴേക്ക് സാധാരണ കണക്ക് ജോയിൻ ചെയ്ത് ആദ്യം ഇങ്ങനെ ഫ്രില്ലിട്ടിട്ട് ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ വേസ്റ്റ് അളവ് വരെയുള്ള മാർക്കൊന്ന് മാർക്ക് ചെയ്ത് അതുവരെ മാത്രമേ നമ്മളിപ്പോൾ ലൈനിങ്ങും നല്ല തുണി ഒന്നിച്ച് വെച്ച് അടിക്കുന്നുള്ളൂ. അതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ നേരത്തെ ചെയ്ത മാർക്കില്ല, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം. അവിടം വരെ അടിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് നമുക്കിങ്ങനെ സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അടുത്ത് വരെ അടിച്ചില്ലേ, ആ വേസ്റ്റിൻ്റെ അടുത്ത് അടിച്ചത് മുതൽ അതിൻ്റെ ഒരു സൂചി ബാക്കിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് മുതൽ നമുക്ക് താഴോളം നല്ല ജോയിൻ എടുക്കാം. അപ്പോൾ 2 ലൈനിങ്ങും സൈഡിലോട്ട് ആക്കി കൊടുത്തിട്ട് മുകൾ വശത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് താഴോളം സൈഡ് അടിച്ച് കൊടുക്കുക. 2 സൈഡ് ഇതുപോലെ ചെയ്യണം. 2 സ്റ്റിച്ച് ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ 2 സൈഡിലും 2 സ്റ്റിച്ച് ആദ്യം തന്നെ കൊടുക്കാട്ടോ, പിന്നെ അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ 2 സ്റ്റിച്ച് ഇട്ടിട്ട് 2 സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് താഴോളം ഒന്നും അടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ലൈനിങ് അടിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തില്ലേ, വേസ്റ്റ് അളവ് ചെയ്തില്ലേ, അതിൻ്റെ കുറച്ച് മുകൾ വശത്തിനായിട്ട് സൈഡിലേക്ക് കൂടി അടിച്ചിട്ട് പിന്നെ നല്ല തുണി ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ സൈഡ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി കാണാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്